നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലായി ഇത് വലിയ കുറച്ചുകൂടി ശക്തമായ വിമർശനങ്ങൾക്ക് ഉള്ള തുടക്കമാകുമോ? തുടക്കമാകേണ്ടതാണ്. കാരണം ഒരു ഗവൺമെൻറ് വന്നിട്ട് 6-7 മാസം കഴിഞ്ഞു. 7 മാസത്തിനകത്തൊരു ഗവൺമെൻറ് അതിൻ്റെ പോലീസ് നയം ഒക്കെ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ നേരത്തെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഇവിടെ പോലീസ് നയം, സർക്കാരിൻ്റെ പോലീസ് നയം എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേഹത്ത് അല്ലെങ്കിൽ അവരെങ്ങനെ അനുഭവിക്കുന്നു, മാൻ ഓൺ ദ സ്ട്രീറ്റ് അനുഭവിക്കുന്നതാണ് നിയമം എന്ന് പറയുന്നത് പോലെ തെരുവിലെ മനുഷ്യൻ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. പോലീസ് മനുഷ്യത്വപരമായി പെരുമാറേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ജനാധിപത്യ കാലത്തെ പോലീസ് എന്തായിരിക്കണം തുടങ്ങി ഒരുപാട് ചർച്ചകൾ നടന്നൊരു സ്ഥലമാണ് കേരളം. പോലീസ് മർദ്ദനത്തിന് ഒരുപാട് ഇരയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ടും അതുപോലെ അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളും പലർക്കും പറ്റിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പോലീസിനെതിരെ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ തീർച്ചയായും അസഹിഷ്ണുത പോലീസിലുണ്ട്, നമ്മുടെ പൊതു രാഷ്ട്രീയ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. RSSൻ്റെ എലമെൻറ്റ്സ് പോലീസിൽ വന്നതാണോ അതോ അങ്ങനെ ആ താല്പര്യമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് നിലമ്പൂർ കാടുകളിലെ കൊലപാതകം അടക്കം, ഫേക്ക് എൻകൗണ്ടർ എന്ന സംഗതി അടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തേരാനെല്ലൂരിൽ ഒരു സംഭവം ഉണ്ടായി, ഒരാൾ കൊല്ലപ്പെട്ടു. നിരവധി ഇപ്പോൾ VS പറയുമ്പോൾ CPM ഒരാൾക്ക് പറ്റിയപ്പോൾ VS അത് പറഞ്ഞു. VS അങ്ങനെ പറഞ്ഞാൽ പോരാന്നാണ് എൻ്റെ അഭിപ്രായം. CPM ഒരാൾക്ക് മാത്രമല്ല, അത് കോൺഗ്രസ്സുകാർക്കും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ആം ആദ്മിക്കാർക്കും ഒരു പാർട്ടിയില്ലാത്തവർക്കും പറ്റിയാലും പോലീസ് ഒരുപോലെ കാണാൻ കഴിയണം പോലീസിന്. അങ്ങനെ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ നയത്തിലാണോ തിരുത്തൽ വേണ്ടത്? ഇപ്പോൾ സഖാവാനത്തിലോട്ടാനത്തിനെ പോലെയുള്ള ആളുകൾ ചില ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ആ ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിൽ ഇരിക്കുകയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ അസഹിഷ്ണുത കൂടുന്നു എന്നതിന് നിരവധി തെളിവ് പറഞ്ഞു, പല തെളിവ്. ഇപ്പോൾ ഞങ്ങൾ വളരെ ചെറിയൊരു രാഷ്ട്രീയ കക്ഷിയാണ് തുടക്കത്തിൽ. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകർ നമ്മുടെ കുട്ടികൾക്ക് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് അസഹിഷ്ണുത കാണിക്കുക, അത് ആ കുട്ടികളുടെ കുഴപ്പം. അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചിരിക്കുക. ആ അസഹിഷ്ണുത പോലീസിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെന്ത് കറക്റ്റീവ് മെഷർ എടുക്കും? VS പറഞ്ഞതുകൊണ്ട് സർക്കാർ തിരുത്തുമോ? തിരുത്തുകയാണെങ്കിൽ നല്ലത്. അദ്ദേഹം സീനിയർ നേതാവാണ്, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാണ്, തിരുത്തട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ എളുപ്പം തിരുത്തുന്നതല്ല. കാരണം ഇവിടുത്തെ ക്രിമിനൽ മാഫിയയുമായി പോലീസിന് ബന്ധമുണ്ടോ? പലപ്പോഴും പല ക്രിമിനൽ സംഘങ്ങളെയും വെറുതെ വിടുന്നു. മനുഷ്യരെ ആക്രമിച്ച ആളുകളെ പോലീസ് വെറുതെ വിടുന്നു. മറിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സദാചാര പോലീസ്, അതുപോലെയുള്ള മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കമൽ സി ചവറയുടെ കാര്യം പറഞ്ഞു, അത്തരം കാര്യങ്ങളിൽ പോലീസ് ചില പ്രത്യേക പക്ഷപാതിത്വം എടുക്കുന്നുവെങ്കിൽ, അതുപോലെ ദളിതരുടെ കാര്യത്തിൽ, ഇപ്പോൾ ദളിതരോടുള്ള പോലീസിൻ്റെ സമീപനത്തിൽ വലിയ പരാതികൾ കേരളത്തിൽ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പോലീസിൻ്റെ സംരക്ഷണം കിട്ടിയില്ല എങ്കിൽ അത് നയപരമായി പോലീസിൻ്റെ പാളിച്ചയാണ്. അത് അങ്ങനെ തന്നെ തിരിച്ച് കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ 7 മാസത്തെ പോലീസ് ഭരണം സംതൃപ്തമല്ല എന്ന VSൻ്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് ഒരു തിരുത്തലിന് തയ്യാറാവുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. കേവലം ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതിൽ സർക്കാരിന് ഇനിയും തെറ്റുപറ്റാൻ പോവുകയാണ്. ശ്രീരാമത്തിലോട്ടും അതിനുള്ള മറുപടി. ഞാൻ പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് സർക്കാരിൻ്റെ നയം ആണ് പിശകിയിരിക്കുന്നതെന്ന് പറയാൻ ഇതിനു മുമ്പ് പറയുമായിരുന്നു പോലീസിനെ നിയന്ത്രിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്, പാർട്ടി ഓഫീസുകളാണ്, ലോക്കൽ കമ്മിറ്റി ഓഫീസാണ്, മാർക്സിസ്റ്റുകാരെ സംരക്ഷിക്കലാണ് പോലീസ് ചെയ്യുന്നതെന്നുള്ള ആക്ഷേപമാണ് ഇവരെല്ലാം ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിരുന്നത്. എന്തായാലും അതൊന്ന് മാറിക്കിട്ടിയത് ഇപ്പം മാറിയെന്നുള്ളത് ഇവരുടെ ചർച്ചയിൽ നിന്ന് ബോധ്യമാകും. പിന്നെ ഇവിടെ മാർക്സിസ്റ്റുകളോടൊരു പക്ഷപാതം കാണിച്ച് അവരെ സംരക്ഷിക്കുക അല്ല ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. മറിച്ച് പോലീസിൽ ചില ആൾക്കാർ ചെയ്യുന്നത് ഈ ഗവൺമെൻറ്റേതല്ലാത്തൊരു നയം നടപ്പാക്കാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ RSSൻ്റെ സ്വാധീനമുള്ള കുറേ പോലീസുകാരുണ്ട്. ഒരു ഉദാഹരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസിന് ഒരു ആട്ടോക്കാരൻ പിടിച്ചുകൊണ്ട് പോയി. അവനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിളിച്ച് പറഞ്ഞു അവനൊരു പാവമാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ CIയുടെ പ്രതികരണം, നിൻ്റെ നേതാവ് വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഞാനൊരു 100 രൂപ പെറ്റി അടിച്ച് വിടാനാണ് ശ്രമിച്ചത്, ഇനി നിൻ്റെ ആഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് 1500 രൂപ പെറ്റി അടിച്ചിട്ട് പോകണം. ആ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് നേരത്തെയും പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ചില ആളുകൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നയത്തെ പരാജയപ്പെടുത്താൻ, ഈ ഗവൺമെൻറ് നയം ഒരു കാരണവശാലും ജനങ്ങളെ മർദ്ദിച്ചൊതുക്കാൻ നയമല്ല. അത് ദളിതായാലും പട്ടികജാതി പട്ടികവർക്കാരായാലും അല്ലാത്തവരായാലും ഒരാളിനെയും മർദ്ദിച്ചൊതുക്കുന്ന ഒരു നയം ഇടതുപക്ഷ മുന്നണിയുടെ നയമല്ല. അത് ഈ ഗവൺമെൻറ് പറഞ്ഞിട്ടുമല്ല.
മറിച്ച് കുറ്റവാളികളായി കാണുന്നവർ. ഇതിപ്പോൾ ഈ സംഭവം ഉണ്ടായി, എന്ത് നടപടിയെടുത്തു, അവർ സർവീസിലില്ലേ എന്ന് എൻ്റെ സ്നേഹിതൻ ശ്രീ നീലാണ്ടൻ ചോദിക്കുകയുണ്ടായി. ആ സർവീസിലുള്ളവരെ സംബന്ധിച്ച് ഒരു പരാതി കിട്ടിയാൽ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട നിലയിൽ നടപടിയെടുക്കും. ചിലപ്പോൾ അവർ സർവീസിലില്ലാതാവും, ചിലപ്പോൾ ആ സർവീസിൽ നിന്ന് തന്നെ മറ്റ് ശിക്ഷ നടപടികൾക്ക് വിധേയമാകും. അന്വേഷിച്ചാൽ അവർ നിരപരാധിയാണെന്ന് കണ്ടാൽ അവർക്ക് നിന്ന് മോചിക്കപ്പെടും. ആ അന്വേഷണം നടത്താതെ ഒരു വാർത്ത വന്ന ഉടനെ തന്നെ നടപടിയെടുത്തില്ലല്ലോ, അവർ സർവീസിൽ തുടർന്നല്ലോ എന്ന് പറയുന്നത് ശരിയല്ല. എന്തായാലും ഗവൺമെൻറ് നയം ആളുകളെ മർദ്ദിച്ചൊതുക്കുന്ന നയമല്ല. അത് വഴിവിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഗവൺമെൻറ് നയം. പാർട്ടി ഭരണമാണെന്നുള്ള പലരും മാറി പറഞ്ഞതിന് നന്ദിയുണ്ട്. ശ്രീ ആനത്തലവട്ടം, ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമാനമായ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശനം എന്നത് പോലീസ് ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയും പോലീസിന് മാറാൻ കഴിയും. സംഘപരിവാറിൻ്റെ അജണ്ടയാണ് ഉമ്മൻചാണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരെ നിങ്ങളന്ന് വിമർശിക്കുകയുണ്ടായി. ഇപ്പോൾ അന്ന് വളരെ പ്രമാദമായൊരു വിഷയമായിരുന്നല്ലോ ഈ കേരള ഹൗസിലെ ബീഫ് റെയ്ഡ്. അന്നത്തെ പോലീസിൻ്റെ ന്യായമാണ് ഇന്നത്തെ ഇവിടുത്തെ പോലീസിൻ്റെയും ന്യായമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. പരാതി കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് എന്ന്. പരാതി കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ്. അവിടുത്തെ ബീഫ് റെയ്ഡിനൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ ഇവിടുത്തെ ദേശീയ ഗാനത്തെ അനാദരിച്ചു എന്ന് ചിലർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ UAPA വരെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ചുമത്തുന്ന പോലീസിനുമുണ്ട് രാഷ്ട്രീയം. അതാ പോയ പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രീയവുമായി കാണാൻ കഴിയില്ല. ഒരു ഭരണകൂടത്തിൻ്റെ സ്വഭാവമായിട്ടേ അത് കാണാൻ കഴിയൂ. അല്ലെങ്കിൽ ആ ബീഫ് റെയ്ഡ് നടത്തിയതിൻ്റെ ഉത്തരവാദിയും ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കണമല്ലോ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ അന്ന് ആ വിഷയം ഏറ്റെടുത്തത്. പറയാമോ? പറഞ്ഞോളൂ. ആ ബീഫ് ഫ്രൈയും BJP ഗവൺമെൻറ് കൊണ്ടുവന്ന നയം, ഈ പറയുന്ന ദേശീയ ഗാനം ആലപിക്കുന്നത് ഉൾപ്പെടെ BJP കൊണ്ടുവരുന്ന നയവും അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. ദേശീയ ഗാനത്തെ ആരും ലംഘിക്കുന്നില്ല, അപമാനിക്കുന്നില്ല, ആദരിക്കുന്നുണ്ട്. പക്ഷേ ആ ദേശീയ ഗാനം ആദരിക്കുന്നതിന് നിർബന്ധിച്ച് ദേശീയ ബോധം വളർത്തിയെടുക്കുന്ന ഒരു സിസ്റ്റം വരുന്നതിന് അതിന് തക്ക തരത്തിലുള്ള വളർച്ച നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പോലീസ് പോയി വേട്ടയാടുന്നത് എല്ലായിടത്തും അത് എഴുന്നേൽക്കുന്നതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമലിൻ്റെ വീടിന് മുമ്പിൽ പോയി ദേശീയ ഗാനം ആരോപിച്ചതിനെക്കുറിച്ച് ആരും മിണ്ടാത്തത്? അത് ശരിയായ നടപടിയാണോ? അതിനെതിരായി പോലീസ് നടപടിയെടുത്തില്ലല്ലോ. പോലീസ് വഴിവിട്ട് ഏതെങ്കിലും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കലല്ലാതെ അതൊരു ഗവൺമെൻറ് നയമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ തിരികെ എത്താം. ഈ ദേശീയഗാന വിവാദം വീണ്ടും വന്നതുകൊണ്ടാണ് ശ്രീ രാജ്മോഹൻ എത്താൻ. അങ്ങ് KTDCയുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ KSFDCയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഈ ദേശീയ ഗാനാലാപനം തിയേറ്ററുകളിലുണ്ട്. അങ്ങ് ചുമതലയെടുക്കുന്നതിന് മുൻപ് ഇങ്ങനെ ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് തിയേറ്ററിൽ ബഹളമുണ്ടാക്കിയ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി, ഒരു ചെറുപ്പക്കാരനെ. പിന്നീടാണ് അങ്ങ് KSFDCയുടെ ചെയർമാനാകുന്നത്. വളരെ ഭംഗിയായി ആ വിഷയം കൈകാര്യം ചെയ്യുകയുണ്ടായി. അങ്ങ് വിവാദത്തിനൊന്നും ഇട കൊടുക്കാതെ ആ ദേശീയ ഗാനം നൽകുന്നത് തന്നെ നിർത്തുകയുണ്ടായി KSFDCയുടെ തിയേറ്ററുകളിൽ. ശരിയല്ലേ? അല്ല, നിർത്തിയെന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ചെയർമാനായിട്ടിരിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു വിവാദമുണ്ടായത്. പക്ഷേ കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എല്ലാ തിയേറ്ററുകളിലും ദേശീയഗാനം ആലപിക്കണമെന്നും ആ ദേശീയഗാനം ആലപിക്കുമ്പോൾ പ്രേക്ഷകർ എഴുന്നേറ്റ് നിൽക്കണമെന്നും എഴുതി കാണിക്കുക മാത്രമല്ല അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിരുന്ന ഒരു വർഷക്കാലം ഒരു തിയേറ്ററിലും അതിനെ അനാദരിച്ചതായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായതായിട്ടോ 13 തിയേറ്ററുകൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിലൊന്നും പിന്നെ ഒരു പ്രശ്നമുണ്ടായതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വളരെ സ്മൂത്തായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. കാരണം ഇപ്പോൾ ദേശീയഗാനം ആലപിക്കുന്ന സ്ത്രീയുടെ കാണിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കാണിക്കണം എന്ന് ഞാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. എല്ലാ തിയേറ്ററിലും അത് കാണിച്ചിരിക്കണം എന്ന് ഞാൻ കർശനമായ നിർദ്ദേശം കൊടുത്തു. അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യം, നമ്മുടെ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർ ചിലപ്പോൾ വൈകുന്നേരം വരെ ആ തിയേറ്ററിൽ തന്നെ എല്ലാ സിനിമകളും മാറി മാറി കാണാനിരിക്കുന്ന ആളുകളാണ്. അതിൽ ഏതാനും ചില ആളുകളാണ് ആ തിയേറ്റർ വിട്ട് മറ്റൊരു തിയേറ്ററിലേക്ക് അവരുടെ ചോയ്സ് തേടി പോകുന്നത്.
അപ്പോൾ സ്വാഭാവികമായി തിയേറ്ററിൽ ആദ്യത്തെ ചലച്ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ ഇരിക്കുന്ന അതേ പ്രേക്ഷകരാണ് അടുത്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമ്പോഴും അവരിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു പ്രാവശ്യം ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നതിനെ ആദരിച്ച ആളുകൾ തന്നെ വീണ്ടും വീണ്ടും 3, 4, 5 ചിത്രങ്ങൾ അതേ തിയേറ്ററിൽ കാണുമ്പോൾ അതേ പ്രേക്ഷകർ എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായി അതൊരു അസ്വസ്ഥത ഉണ്ടാക്കാം. അതുകൊണ്ട് ആ ഒരു ഫെസ്റ്റിവൽ സീസൺ ഉണ്ടായ ഒരു പ്രത്യേകമായി കാണും. പിന്നെ ഇവിടെ കമലിൻ്റെ വീട്ടിലുണ്ടായെന്ന് പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. കമലിൻ്റെ വീട്ടിൽ പോകാനും അവിടെ പ്രതിഷേധിക്കാനും ഒക്കെ ഇവർക്ക് അധികാരമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിന് പുറത്തിറക്കാതിരിക്കാൻ ഇവിടെ സമരം നടത്തിയ ആളുകളല്ലേ നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വിഷയത്തിലും അവരവർക്ക് പ്രതികരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു നാടാണ് ഇവിടെ. അതുകൊണ്ട് കമലിൻ്റെ അഭിപ്രായം പറയാം. കമലിൻ്റെ അഭിപ്രായത്തെ എതിർക്കുന്ന ആളുകൾക്ക് പിന്നെ കമലിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോയി ഉപരോധം നടത്താം. സെക്രട്ടേറിയറ്റ് ഉപരോധം തടയേണ്ട സ്ഥലത്ത് വെച്ച് തടയും. മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന ഉപരോധം അത് തടയേണ്ടടുത്ത് വെച്ച് തടയും. കമലിൻ്റെ വീട്ടിൽ പോകാൻ ഒരു പരിധി കൊടുത്താൽ അവിടെ വെച്ച് തടയും. അപ്പോൾ ആ കമലിൻ്റെ വീട്ടിൽ പോയി പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കെങ്കിലും അനുവദിച്ചു കൊടുക്കരുതെന്ന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രിയുടെ വരെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് എന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഇത്തരം പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എങ്ങനെ തടയാൻ പറ്റും? ഒരിക്കലും തടയാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അംഗീകരിച്ച മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയെ കൊന്ന ആളുകളുടെ പ്രതിമ സ്ഥാപിക്കുന്നില്ലേ? അദ്ദേഹത്തെ കൊന്ന ആളുകൾക്ക് അമ്പലം പണിയുന്നില്ലേ? അദ്ദേഹത്തെ കൊന്ന ആളുകളെ തൂക്കിക്കൊന്ന ദിവസം ബലിദാന ദിവസമായി ആചരിക്കുന്നില്ലേ? അതൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അവരെയൊക്കെ നിയമത്തിൻ്റെ അധികാരത്തിൻ്റെ ദണ്ഡ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴികൾ കൂടി അടയ്ക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് കഴിയുമോ? അതുകൊണ്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ആളുകൾ തയ്യാറാകണമെന്നല്ലാതെ നിയമം കൊണ്ട് ഇവരെ ആരെയും നിയന്ത്രിക്കാനാവുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് ഈ കമലിൻ്റെ അഭിപ്രായ പ്രകടനത്തോട് യോജിച്ച ഒരാളാണ് കമൽ പറഞ്ഞെന്താ, തിയേറ്ററിനകത്ത് കയറി പോലീസ് അനധികൃതമായി ആളുകളെ അറസ്റ്റ് ചെയ്ത് ശരിയല്ല. കമൽ പറഞ്ഞ 100% ശരിയാണ്. ദേശീയ ഗാനത്തെ ആദരിക്കണം, ബഹുമാനിക്കണം ഒക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ അത് ചെയ്യാത്ത ആളുകളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന നയം ഒരിക്കലും ശരിയല്ല. അത് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ആരാ ഇപ്പോൾ രാജ്യസ്നേഹികൾ ആരാ രാജ്യദ്രോഹികളാണ് ചില ആളുകൾ തീരുമാനിക്കുന്നു. രാജ്യസ്നേഹത്തിൻ്റെ അളവുകോൽ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് അവരവരുടെ പ്രവർത്തികൾ കൊണ്ടാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളാണ് രാജ്യസ്നേഹത്തിൻ്റെ കുത്തകക്കാരെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഈ പ്രവണത ഒരിക്കലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ശ്രീ ജി ആർ പത്മകുമാർ, യുവമോർച്ചക്കാർ നൽകിയ പരാതിയിലാണ് പോലീസ് പലയിടത്തും നടപടികൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ പോലീസിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയും ഈ സർക്കാരിൻ്റെ നീതി നിർവഹണ ബോധത്തെപ്പറ്റിയും നിങ്ങൾക്ക് യാതൊരു വിമർശനവുമില്ല എന്നാണോ? അങ്ങനല്ലോ, ഞങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നു, ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്നു, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ വോട്ടവകാശമുണ്ട്, ഞങ്ങൾക്ക് മറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരൊന്നും അല്ലല്ലോ. അപ്പോൾ യുവമോർച്ച എന്ന് പറയുന്നത് ഒരു ഭാരത പൗരൻ എന്നുള്ളതിൽ അതിലൊരു പ്രവർത്തകൻ പരാതി കൊടുത്താൽ നിയമപരമായി നടപടിയെടുക്കണം. ഇപ്പോൾ ആനത്തല വട്ടപ്പച്ചുദാനന്ദനൊക്കെ പറയുന്നത് യുവമോർച്ച ഞങ്ങളാരും ഇവിടെ ജീവിക്കുന്നവരല്ലേ, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ? നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നതാണ് ഈ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ ഭോപ്പാലിൽ പോയി അവിടുത്തെ അഖിലേന്ത്യാ ഇടതുപക്ഷ മഹിളാ സംഘടനയിൽ ചെന്നിട്ട് പ്രസംഗിച്ചത് എന്താ? ഇവിടുത്തെ മൈനോറിറ്റി മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടാത്ത കുറേ ആളുകളെ വെടിവെച്ച് കൊന്നു. അദ്ദേഹം നേരെ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഈ മാവോയിസ്റ്റുകളെ വെടിവെച്ചതിനെ സംബന്ധിച്ച് കുറ്റം തെളിയിച്ചതിന് ശേഷമാണോ വെടിവെച്ചത്? അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് ഇത് ചില ആളുകളെ അവരെ സംരക്ഷിക്കാൻ ഈ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ അതിലൊരു ആനപ്പുറത്ത് കയറി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ എടുക്കും. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ദേശീയ ഗാനത്തിനുമായി പ്രശ്നം, അതിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ദേശീയ ഗാനത്തെ വേണമോ വേണ്ടയോ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ വിദേശ രാജ്യങ്ങൾ പോയാൽ അവിടുത്തെ നിയമം പഞ്ചപുച്ഛം അനുസരിച്ച് അടക്കി നിന്ന് വരുന്ന കണ്ട് ആരെങ്കിലും അതിനെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, ജനാധിപത്യ രാജ്യത്തിൽ പോകുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ
ഇന്ത്യ ഇവിടെ ഇതിനെയൊക്കെ ദേശീയ ഗാനത്തെയൊക്കെ എതിർക്കുന്ന ആൾ അവിടെ ചെന്ന് ഇതെല്ലാം അംഗീകരിക്കുന്നുണ്ടല്ലോ, ആരും എതിർക്കുന്നില്ലല്ലോ. പിന്നെ ഇവിടെയുള്ള ദേശീയ ഗാനത്തെ പ്രശ്നം ഇതൊരു സൃഷ്ടിയാണ്, ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണ്. നമുക്കറിയാമല്ലോ, ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം സിനിമ തിയേറ്റർ അല്ല. സുപ്രീം കോടതി പഴയ കേസ്, അതിൽ ആ മുമ്പുണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞത് സിനിമാ ഹാളിനകത്ത് ഇത് ദേശീയ ഗാനം വരുമ്പോൾ 52 സെക്കൻഡ് എഴുന്നേറ്റ് നിർത്ത് അതിനെ ആദരിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഇതൊരു പ്രശ്നവുമില്ലാതെ ഈ ഫിലിം മേളകളിൽ എന്തുകൊണ്ടാണ് അൺസെൻസേർഡ് ആയിട്ടുള്ള സിനിമകൾ അനുവദിക്കുന്നത്, അതിന് എക്സംഷൻ കൊടുക്കുന്നത്? കാര്യം ഇത് സിനിമാ തിയേറ്റർ എന്നുള്ള നിലയിലല്ല, മേളകൾ എന്നുള്ള നിലയിൽ. അതിനെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫിലിം സൊസൈറ്റി തന്നെ പോയി ഓരോ സമയത്ത് എഴുതിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ഈ പ്രശ്നം സങ്കീർണമാക്കിയിട്ട് പിന്നെ ഇനി കൈയും കാലിട്ട് പിടിച്ചിട്ട് ആരെങ്കിലും മേലിൽ കുറ്റം ആരോപിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് അത്ഭുതം തോന്നുന്നു. RSS എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ത് ചെയ്യുമെന്നാണ്. എന്ത് പറഞ്ഞാലും RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയും. എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും, ഏത് പ്രശ്നം ഉണ്ടാക്കിയാലും, പോലീസുകാരെ തെറ്റ് കാണിച്ചാലും, വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ തെറ്റ് കാണിച്ചാലും, വേറെ ആൾ തെറ്റ് കാണിച്ചാലും ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നു. ഞങ്ങൾക്ക് ഒരു അഭിമാനമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായത് RSSുമായിട്ടുള്ള ബന്ധം വേണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനതാ പാർട്ടിയിൽ നിന്ന് പിരിച്ചുപോയി 99 MP പോയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയത് RSSുമായി ബന്ധം അറിഞ്ഞുകൊണ്ട് അത് വേണം എന്നുള്ള അനുസരിച്ചിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ RSSുമായി ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ BJP അധികാരത്തിലേറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് RSS ബന്ധം വലിയൊരു അപമാനവുമായിട്ട് ആരും ജനങ്ങൾ കാണുന്നില്ല. അങ്ങനെ കാണുന്നവർക്ക്, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കൊള്ളാം. ഞങ്ങൾക്ക് സംബന്ധിച്ചൊരു വിഷമവുമില്ല. പിന്നെ ഈ പോലീസിൻ്റെ നടപടി എടുക്കേണ്ടതും ഈ ഇരട്ടത്താപ്പ് ഒഴിവാക്കി ന്യായമായ ഒരു നിലപാടിലെടുക്കണം. ഏത് പ്രശ്നമായാലും ഒരു നിലപാട് വേണം. അത് BJPക്കാരെ ആക്രമിക്കുമ്പോൾ പോലീസിൻ്റെ മഹത്തരമായ നടപടി, RSSകാരെ ആക്രമിക്കുമ്പോൾ മഹത്തരമായ നടപടി, മറ്റുള്ള ആരെങ്കിലും പോലീസ് ആക്രമിച്ചാൽ RSS ഉണ്ട്. അനന്തരവട്ട ആനന്ദം പറഞ്ഞത് ഏതാ പോലീസുകാരൻ പറഞ്ഞത്? ഞാൻ നിങ്ങൾ വേണമെങ്കിൽ പറയാം, ഈ ചർച്ചയിൽ പറയുന്നില്ല ഉള്ളൂ. ഒരു അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഒരു BJP പ്രവർത്തകരോട് ഒരു ജയിൽ സൂപ്രണ്ട് പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചർച്ചയിലായിട്ടത് മാന്യത കോട്ടം തട്ടുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ആനത്തലവട്ടം പോലീസിലും ജയിൽ അധികാരികളുമായിട്ടും മറ്റു ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ മാറ്റം വരുത്തണം. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുഷികമായ ജനാധിപത്യ ബോധം നടത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണം. അതിനുള്ള ആർജവം ഭരണാധികാരികൾക്ക് ഉണ്ടാവണം. അല്ലാതെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.